ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഗപ്പീസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇന്നത്തെ തന്നെ എടുത്തിട്ടുള്ളത് ഫുൾ റെഡ് ഗപ്പീസാണ്. നിങ്ങൾക്ക് കാണാൻ പ്രതീക്ഷിക്കും. ഇതാണ് ഫുൾ റെഡ്. ഫുൾ റെഡിൻ്റെ 5 പെയർ നമുക്ക് പാക്ക് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് 5 പെയർ എടുത്തിട്ടുണ്ട്. ഈ 5 പെയറും ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ ഈ സീലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗപ്പി പാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസ് ഓഫ് ഗപ്പീസും സെയിലിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ മെഷീൻ നമ്മൾ ഇതെടുക്കും. ഇതിനെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും വെള്ളം, നമുക്ക് ഒരു ഗപ്പി ഒരു പെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് അല്പം വെള്ളം വേണമെങ്കിൽ ജസ്റ്റ് അല്പം ഒഴിച്ച് കളയാം. അതിൽ ഗപ്പി കൂടുതൽ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് ഓക്സിജനാണ് കൂടുതൽ ആവശ്യം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കുറേ വർഷം കൊണ്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാം. നമ്മൾ ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്, പലർക്കും അറിയായിരിക്കും. നമ്മൾ നോർമലി ഇങ്ങനെ വെച്ചാണ് ചിലർ പാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് പാക്ക് ചെയ്യുന്നത് ഓക്കെയാണ്. ബട്ട് ഇങ്ങനെ വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 2 തട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പാക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ സീൽ പാക്കിങ്ങിന് ഇത് സിമ്പിൾ ഐഡിയ ആണിത്. ഓക്കെ, ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും എയർ ഇതിനകത്ത് ഓക്യുപ്പൈ ചെയ്യും. സോ ദെൻ ഏറ്റവും മുകളിൽ പ്രസ് കൊടുക്കുക, അടുത്ത് തൊട്ട് താഴേക്ക് ഒരു പ്രശ്നം കൊടുക്കുക. ഓക്കെ, പാക്കിങ് സിമ്പിളാണ് കേട്ടോ. അത്യാവശ്യമുള്ള എയർ ഫില്ലായിട്ടുണ്ട്. നമ്മൾ നോർമലി വാവിച്ച് ഊതുന്ന ഒരു പരിപാടി ഇവിടെ നമുക്ക് ആവശ്യം വരില്ല. ഓക്കെ, സിമ്പിളായി. ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതിനെ എടുത്തിട്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് 2 മടക്കിടുക. അതിനുശേഷം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിനുശേഷം ജസ്റ്റ് അതിനെ ഒന്ന് പിടിച്ച് വളച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഈ ഗപ്പിയുടെ ഈ പാക്കറ്റിന് ഇതുണ്ടാവില്ല മീൻസ് അത് അയഞ്ഞു പോയില്ല. നമ്മൾ സാധാരണ ചില സമയത്ത് ഞാൻ അല്ലാതെ കൈ വെച്ചാണ് നമ്മളിത് സീലിംഗ് ചെയ്യാതെയാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ചില സമയങ്ങളിലുണ്ടാകുന്ന മെയിൻ പ്രോബ്ലം, ഞാൻ ഒരു 10-30 പാക്കേജുകൾ പാക്ക് ചെയ്യാൻ കാണും. ആ പാക്ക് ചെയ്യുന്നത് കഴിഞ്ഞ് ഞാൻ അടുത്ത് നോക്കുമ്പോൾ ഒരു 3-4 ഫുൾ എയർ പോയിരിക്കും. നമ്മൾ സീൽ ചെയ്യാതെ പാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സൈഡിൽ കൂടെയൊക്കെ ഇൻ കേസ് ചില ടൈമിൽ തന്നെ പോവാറുണ്ട്. ഓക്കെ, ബട്ട് ഇത് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ നമുക്കതിലുണ്ടാകുന്ന ഒരു ഈസി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എത്ര പ്രസ് ചെയ്താലും പോവാറില്ല. ചില സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ സീൽ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, കണ്ട ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഗപ്പീസിൻ്റെ നമ്മളതിൽ ഏകദേശം ഒരു 30+ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് കറൻ്റ്ലി. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് വന്ന് മേടിക്കാം. നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് കൊറിയർ അയക്കുന്നുണ്ട്. എക്സ്പെഷ്യലി മെയിനായിട്ട് കൂടുതലും കേരളയാണ്. കേരള, തമിഴ്നാട്, ബാംഗ്ലൂരൊക്കെ ഒത്തിരി കൊറിയർ അയക്കുന്നുണ്ട്. തെലുങ്കാന അങ്ങോട്ടൊക്കെ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഗപ്പീസൊക്കെ വിൽക്കുന്ന ഒരു മെയിൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ കൊറിയർ അയക്കുന്നത് നമ്മളിപ്പോൾ ചിലർ അറിയാതെ ആദ്യത്തെ ടൈമൊക്കെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പാക്ക് ചെയ്തുകൊണ്ട് പോകും. പോസ്റ്റ് ഓഫീസിൽ ലൈവ് ഫിഷ് എടുക്കാറില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. DTDCയിൽ എടുക്കാറില്ല. DTDCയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ചെയ്യാതിരിക്കുക. പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്, നമുക്ക് ട്രാക്കോണ്, സ്പീഡ് കൊറിയർ, സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ, ഇങ്ങനെ കുറച്ച് കൊറിയേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് പ്രൊഫഷണലാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ DTDC കഴിഞ്ഞിട്ട് ഫിഷൊക്കെ കൊണ്ട് ടൈമിൽ എത്തിക്കാൻ വേണ്ടി കൂടുതൽ സ്ഥലത്തും കൊറിയർ ഓഫീസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പ്രൊഫഷണലാണ്. ആഫ്റ്റർ DTDC കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഓപ്ഷൻ അതാണ്. പിന്നെ പ്ലാൻസ് അയക്കുമ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് അത്യാവശ്യം ഡിസ്റ്റൻ്റ് ഉള്ളൊരു സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ സ്പീഡ് പോസ്റ്റ് പ്രിഫർ ചെയ്യും. അല്ലാതെ സ്പീഡ് പോസ്റ്റിനെ പ്രിഫർ ചെയ്യില്ല, കാരണം അത് കുറച്ച് കള്ളന്മാരുടെ കേദാരമാണ്. പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആയതുകൊണ്ട് അതിൽ അടിച്ചു മാറ്റമൊക്കെ ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാനത് പറയാറില്ല. പ്രൊഫഷണലിൽ വലിയ കുഴപ്പമില്ല, ബട്ട് പ്രൊഫഷണലിൻ്റെ മെയിൻ പ്രോബ്ലം സർവീസ് ചില സ്ഥലങ്ങളിൽ അവർ കട്ട ലാഗ് അടിപ്പിക്കും. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണ്. അടുത്തതാ നമ്മളിപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞ് ഇനി ഇതങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, അത് സീലിംഗ് കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ഈ സെറ്റാണ്. ജസ്റ്റ് കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിടുക. നമുക്ക് റബ്ബർ ബാൻഡും അല്ലാത്ത ടൈമിൽ നമുക്ക്
കുറച്ച് പാടാണ് വലിച്ച് കെട്ടാൻ. ഇത് നമുക്ക് സിമ്പിളാണ്. ഈ റബ്ബർ ബാൻഡ് എടുക്കുക, ഇതിന് ഒരു മുടിച്ചിൽ ആദ്യം ഇടുക. അപ്പോൾ നമുക്ക് ഇതിനെ ചുറ്റാനുള്ള എമൗണ്ട് കുറയാതിന് വേണ്ടിയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ കൂട്ടിപ്പിടിക്കുക. നമ്മളല്ലാതെ ഇതുപോലെ കൂട്ടിപ്പിടിക്കണം ഒരിക്കലും ഇതുപോലെ ടെമ്പറായിട്ട് വരില്ല. ടെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ഏകദേശം ഈ ലെവലൊക്കെ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഓപ്ഷൻ നിൽക്കുന്ന ഏരിയ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നിൽക്കുന്ന ഏരിയ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രീതി നമ്മൾ ചൂസ് ചെയ്തത്. അടുത്തത് ഇത് നമുക്കടുത്ത് ഓക്കെ, ഇതാണ് ഈ ഒരു കെട്ടി തന്നെയാണ് നമ്മളെല്ലാ അക്യൂറ ഷോപ്പിലിടുന്നത്. ബട്ട് അക്യൂറ ഷോപ്പിലാകുമ്പോൾ അവർ നോർമലി സീൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സ് പോയി നോർമലി പോയി വാങ്ങുന്ന സമയത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഫിഷ് ഫുഡ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഫിഷിന് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ മൊയിന, ലൈഫ് ഫീഡായിട്ടുള്ള മൊയിന നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മൊയിന ഒത്തിരി പേര് മേടിക്കാറുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യും. ഡയറക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി മിനിമം എമൗണ്ട് 1000 ആണ്. ഇപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യണം. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി അത്യാവശ്യം നമുക്കിവിടെ അടുത്തുള്ളതാണെങ്കിൽ 150 ആണ്. അല്പം ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ 200, 250, 300 ആ റേഞ്ചൊക്കെ ആവും. അത്യാവശ്യം പിന്നെ നമുക്ക് ഡബ്ബ് അങ്ങനത്തെ വലിയ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ മിനിമം 300 ആണ്. അല്ലാതെ നമുക്ക് പാടാണ്. സോ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗപ്പീസിൻ്റെ കാര്യം. അപ്പോൾ ഗപ്പീസ് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടും നമ്മൾ ആ സാധനത്തിൻ്റെ ജസ്റ്റ് ഒരിക്കൽ കൂടെ കണ്ടോളൂ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിത് മേടിക്കുക. നമ്മൾ എല്ലായിടത്തും അയക്കുന്നതാണ്. ഡെയിലി നമ്മളിതുപോലെ കൊറിയർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത്തെ കൊറിയറാണ്. ഇത് നിങ്ങൾക്ക് ബാങ്കിങ്ങിന് കാണിക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് അങ്ങനെ നമുക്ക് കാണിക്കുന്ന നഷ്ടമാണ്. ഇനി ജസ്റ്റ് നമുക്കിത് കുറച്ചൊരു പരിപാടികളുണ്ട്. ഇതിപ്പം കഴിയും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് റോൾ ചെയ്തെടുത്ത് ഒരെണ്ണം കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ 5 എണ്ണം എന്നുള്ളത് പരിപാടിയുടെ കഴിയും. ഓക്കെ, 5 എണ്ണം. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള കാര്യം, നമുക്ക് കാർഡ്ബോർഡ് ആവശ്യമാണ്. സോ നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൽ നമുക്ക് ഈ ഫിഷിനെ ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറും കൂടെ എടുത്തിട്ടാണ് ഇറക്കി വയ്ക്കാനുള്ളത്. അല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും ചിലപ്പോൾ കാർഡ്ബോർഡിലൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ മുട്ടുപിനൊക്കെ ഉണ്ടാകും. മുട്ടുപിനല്ല, നമ്മുടെ സ്റ്റാപ്ലറിൻ്റെ പീസ്, അത് ഇതിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ കേസ് നോർമലി അത് പൊത്ത് പോകാറില്ല. ഇൻ കേസ് പൊത്ത് പോയി കഴിഞ്ഞാൽ അത് മതി നമുക്ക് നമ്മുടെ ഫിഷിലിടാം. സോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതാ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഞാനിപ്പോൾ ഇത്രയും എല്ലാത്തിനും ആ ഒരു ടമ്പർ നിൽപ്പുണ്ട്. ബട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ആ ടമ്പർ എല്ലാത്തിനും നിൽക്കാറില്ല. സോ അതാണ് ഒരു മെയിൻ പ്രോബ്ലം നമുക്ക് വരുന്നത്. ഇനി നമുക്കടുത്ത് ഓക്കെ, ന്യൂസ് പേപ്പർ എടുത്തു. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഇതിൽ ഇത്രയും കൊള്ളുമെന്ന് എനിക്കറിയില്ല. കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് പാക്കിങ്ങിൻ്റെ ബാക്കി വേറൊരു രീതിയിൽ കാണാം. നോക്കട്ടെ, അല്ലെങ്കിൽ വേറെ എടുത്ത് വെച്ചാൽ ഇപ്പോൾ ട്രയൽ ആൻഡ് എററാണ്. വിജയിക്കില്ല, നമുക്ക് കണ്ടറിയാം. നോക്കാം. ഐ തിങ്ക് സോ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ഇപ്പോൾ 2 കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഓക്കെ ഫ്രണ്ട്സ്, പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം നമുക്ക് ടൈറ്റായിട്ടിരിക്കുന്നതാണ് ബെറ്റർ. ഇനി നമുക്ക് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഓക്കെ, ഇപ്പോൾ ഞാൻ മേലെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നില്ല, മേലെ ഒട്ടിച്ച് മാത്രം വിടരുത്. കാരണം നമ്മുടെ ഫിഷ് എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് അത് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഓക്കെ സെറ്റ് ആയിട്ടുണ്ടെണ്ണ. ഇതുപോലെ നമ്മൾ ഒരു രീതിയിൽ ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആവും. ഇതാ പാക്കിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കാം. പലരും ഇതിന് വേണ്ടി പ്രത്യേക കൂടുകൾ മേടിക്കാറുണ്ട്. ഞാനിത് ആക്രിക്കടയിൽ പോയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് വേസ്റ്റ് നമുക്ക് പലരും കൊണ്ട് വിൽക്കുന്ന പേപ്പറുകളോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ഒരു ആമസോണിൻ്റെ കവറുണ്ട് ഇതിൽ. പക്ഷേ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് നമുക്ക് ലാസ്റ്റ് നമുക്കിതൊരു സിമ്പിൾ പ്രോസസ്സായിട്ട് മാറും. കുറേ പ്രാവശ്യം ചെയ്ത് വരും. പിന്നെ ഇടയ്ക്ക് നമുക്ക് കവറൊക്കെ ചില ഓപ്പണിങ്ങിലുള്ള കവർ കാണാൻ വേണ്ടി നമ്മൾ ആ കവറിൻ്റെ സ്ഥലത്തിലേക്ക് ഫേസ്ബോർഡ് തന്നെ വെച്ച് കൊടുക്കുക. പേപ്പറൊന്നും വെക്കരുത്. ഓക്കെ, അവിടെ കാണാമായിരുന്നു ആ ഒരു പ്ലേസിൽ ഞാൻ അത് വെച്ച് അടച്ചു. ഓക്കെ, അത് സേഫാണ്. പിന്നെ അത്യാവശ്യം നമുക്ക്
ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് പേപ്പറല്ല സോറി നമ്മൾ ഇത് കുറച്ച് നഷ്ടം വരും. മീൻസ് നമ്മളിത് കൂടുതൽ ഒട്ടിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ബോക്സായിട്ട് മേടിക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ആ ബോക്സിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോക്സിൽ ഒരു 4-5 റോൾ ചെറിയ ചുറ്റി അടിച്ചാൽ മതി. അപ്പോഴേ നമ്മൾ കറക്റ്റ് ആവും. ഇതിപ്പം കറക്റ്റ് ആകും, കുഴപ്പമില്ല. ഇനി നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഒട്ടിക്കണം. ഇനി നമുക്ക് ഈ മകൾ ഭാഗത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്ത ഭാഗമായതുകൊണ്ട് ഇങ്ങനെ ഒരോട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ 5 pairs of guppies. ഈ ഒരു സൈഡിൽ കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം കേട്ടോ. നമ്മൾ ചില സൈഡുകൾ ഇതുപോലെ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തൂടെ ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞ ചില സമയത്ത് നമുക്ക് അതിൻ്റെ യൂസ് കൂടുതൽ വേണ്ടി വരും. ഇത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ഇതിനാണ് നമ്മൾ കൊറിയർ ചാർജൊക്കെ മേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഫിഷിൻ്റെ എമൗണ്ട് നമ്മുടെ കയ്യിൽ വരില്ല. ഫിഷിൻ്റെ എമൗണ്ട് കയ്യിൽ തന്നെ വരാൻ വേണ്ടിയാണ് നമ്മൾ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. ഈ ഒരു ടാപ്പിന് തന്നെ 70-80 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവാകും. എന്നാലും നമ്മുടെ അതിലൊന്നും അത്യാവശ്യം ലാഭം ഉണ്ടാവും. സോ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് കൂടുതലോട്ടൊന്നുമില്ല, എല്ലാം സേഫാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലേസിൽ നമുക്ക് അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലേബലിട്ട് നമുക്ക് കൊറിയറിലൂടെ നയിക്കാം. ഓക്കെ, അപ്പോൾ ഗപ്പീസ് മേടിക്കാൻ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് എരൻ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.